ഹായ്, ഞാനൊരു കൂട്ടം തപ്പാൻ വേണ്ടി പോണതാണ്. എൻ്റെ കൂടെ ഒരാളും കൂടി വന്നിട്ടുണ്ട്. ഞാൻ എവിടെ പോയാലും ഉണ്ടാവും. എൻ്റെ പറമ്പിൽ തേങ്ങ മോഷ്ടിക്കുന്നത് അത്ര നല്ലതൊന്നുമല്ല. എന്നാലും ഓരോന്നൊക്കെ വേണമെങ്കിൽ കിട്ടും. ഞാൻ അങ്ങനെ മോഷ്ടിക്കുന്ന ആളായിരുന്നല്ലോ. എന്നാലും ഒരെണ്ണമൊക്കെ അത്യാവശ്യത്തിന് ഒരെണ്ണമൊക്കെ കിട്ടിയാൽ ഞാൻ ഒരെണ്ണമൊക്കെ എടുക്കുന്നു, കിട്ടുവാണെങ്കിൽ. ഒരെണ്ണം പോലും ഇല്ല. എനിക്ക് ഇവിടുന്ന് ഒരെണ്ണമൊക്കെ കിട്ടാറുണ്ട്. ഒരെണ്ണം പോലും ഇല്ല. കൊച്ചു സ്കൂളിലിട്ട് വരുമ്പോൾ അവന് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കാൻ ഞാൻ ചിലപ്പോൾ ഇവിടെ നിന്നൊക്കെ ഓരോന്നൊക്കെ എടുത്തുകൊണ്ട് പോകും. ഇവിടുന്ന് അതേ ചുറ്റിനും വീടുകളൊക്കെ കുറവാണ്. ഉണ്ട്, ഒത്തിരി ദൂരമായിട്ടൊരു വീട്, അവിടെയായിട്ടൊരു വീട്, അങ്ങനെയൊക്കെ കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല. ഭയങ്കര വെയിൽ. പക്ഷേ ഇവിടെ കടയിലേക്ക് പോകണമെങ്കിൽ ഇച്ചിരി ദൂരം പോകണം. വണ്ടിയൊക്കെ എടുത്തിട്ട് 2 കിലോമീറ്റർ പോകേണ്ടി വരും കടയിൽ പോകണമെങ്കിൽ. അപ്പം അത്യാവശ്യം തേങ്ങ വെച്ച് എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ കണ്ടോ, വെറുതെ തേങ്ങകളെല്ലാം ഇങ്ങനെ ഉണങ്ങി പോകും. അപ്പം ഞാനൊക്കെ പറിക്കിയെന്ന് വെച്ചാൽ എന്നാ തെറ്റാ. ഇവർ തേങ്ങയൊന്നും വന്ന് പറിക്കാറൊന്നുമില്ല. അതാണ് ഞാൻ ഒരെണ്ണമൊക്കെ കാണാനും എടുത്തു പോകും. കൂട്ടാത്തിനോ എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കാൻ. പിന്നെ കൊച്ചു സ്കൂൾ ഇട്ട് വന്ന് വരുമ്പോൾ അവൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെക്കാറുണ്ട്. അപ്പം തേങ്ങ വെച്ച് എന്തെങ്കിലും ഉണ്ടാക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ ഇവിടെ വന്ന് ഓരോന്നൊക്കെ എടുത്തുകൊണ്ട് പോകും. അങ്ങനെ തക്കടൂ. അതെ അവൻ്റെ. പിന്നെ വിറകുകളൊക്കെ ഉണ്ടെങ്കിൽ ഞാനിങ്ങനെ ഓരോ വിറകുകളും കിട്ടുന്ന വിറക് ഞാൻ എടുത്തുകൊണ്ട് പോകും കേട്ടോ. ഞങ്ങൾക്ക് വിറകിനൊക്കെ തക്കടൂ. ഹായ് കൊടുത്തേടാ. ഹായ്. ഇപ്പോൾ വിറകൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് വിറകിനൊന്നും ക്ഷാമമില്ല. ഞങ്ങൾക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ ഓരോ വിറക് ഇഷ്ടംപോലെ കിട്ടാറുണ്ട്. ഇങ്ങനെ കണ്ട. എനിക്ക് വിറകൊന്നും പറക്കാൻ അറിയില്ല. ഞാൻ പിന്നെ 1, 2, 3 ഇവിടെ വരുമ്പോൾ ഞാൻ പെറുക്കി എടുത്തുകൊണ്ട് പോകാറുണ്ട്. പിന്നെ ചേട്ടായി വരികയാണെങ്കിൽ ഞങ്ങൾ 2 പേരും കൂടി പോയി വിറകൊക്കെ പെറുക്കി അടക്കി വയ്ക്കും. പിന്നെ ഇവിടെ അച്ഛനും അമ്മയും ഉണ്ടായിരുന്ന സമയത്ത് അമ്മയും അച്ഛനും ഒരുമിച്ചും ചെയ്യാറുണ്ട്. അപ്പോൾ അവർ 2 പേരും മരിച്ചു. ഒരാൾ കോവിഡ് വന്ന് മരിച്ചു കേട്ടോ. അച്ഛൻ കോവിഡ് വന്നാണ് മരിച്ചത്. അപ്പോൾ അച്ഛൻ മരിച്ചതോടുകൂടി അമ്മ വയ്യാണ്ടായി. അമ്മയും മരിച്ചു. അവർ 2 പേരും ഉള്ള സമയത്ത് എനിക്ക് വിറകൊന്നും പെറുക്കേണ്ട ആവശ്യം വന്നില്ല. അവർ വിറകൊക്കെ പെറുക്കി സെറ്റപ്പാക്കി തരും. അവർ മരിച്ച പിന്നെ എനിക്ക് വിറക് എൻ്റെ ചേട്ടായി വേണം എന്ന് പറക്കണം. പിന്നെ ഞാൻ ഒറ്റയ്ക്കുള്ളപ്പോൾ ഓരോന്നൊക്കെ കിട്ടണതൊക്കെ ഞാൻ പറിക്കൊണ്ട് പോകാറുണ്ട്. അങ്ങനെ ഈ പറമ്പിൽ കൂടെ ഒക്കെ ഇങ്ങനെ നടക്കും. എൻ്റെ സമയമൊക്കെ ഞാൻ ചിലവ് ചെയ്യണത് ഇതുപോലെ നടന്ന് ഓരോ ഈ പറമ്പ് മാത്രമല്ല കേട്ടോ, വേറെ സ്ഥലങ്ങളൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് കാണാൻ ഭംഗിയുള്ള. തോട്, പുഴ, കര, അങ്ങനെ കുറേ സ്ഥലങ്ങളുണ്ട്. എനിക്ക് നടന്നിട്ട് അണയ്ക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ വീഡിയോസിൽ കാണിച്ചു തരുന്നത്. തക്കടൂ, എവിടെ പോയി തക്കടൂ? പോയി, അവൻ സ്ഥലം വിട്ടു. വരൂ. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് എൻ്റെ വീഡിയോസ്. എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എനിക്ക് സപ്പോർട്ട് തരും. തക്കടൂ. അവനെ കാണില്ല. അവനെ കാണാത്തതുകൊണ്ട് ഇവിടെ പോയി. എന്നാൽ തന്നെ വനം ഫോറസ്റ്റ് ഏരിയ ആയതുകൊണ്ട് വരുമെന്ന് വിശ്വസിക്കുന്നു.
വരാതിരിക്കില്ല. എപ്പോഴും എൻ്റെ പുറകെ നടക്കുന്ന ആളാണ്. ഇപ്പോൾ എവിടെ പോയെന്നറിയില്ല, വന്നോളും. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ എനിക്ക് സപ്പോർട്ട് ചെയ്യണം. പിന്നെ കമൻറ്റും തന്നെ, എനിക്ക് കമൻറ്റൊക്കെ വായിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ശരി, ടാറ്റാ.